പ്രപഞ്ചം എത്ര വലുതാണ്! കോടാനുകോടി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുമുണ്ട്. എന്നിട്ടും നമുക്കറിയുന്നിടത്തോളം ജീവൻ നിലനിൽക്കുന്ന ഒരേയൊരു ഗ്രഹം ഭൂമിയാണ്. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണിങ്ങനെ? എന്താണ് നമ്മുടെ ഈ കൊച്ചു നീലഗോളത്തെ ഇത്രയധികം സവിശേഷമാക്കുന്നത്? ഇന്ന് നമ്മൾ ആ അത്ഭുത രഹസ്യങ്ങളിലേക്ക് ഒരു യാത്ര പോവുകയാണ്. ചൊവ്വയിൽ വെള്ളമുണ്ടായിരുന്നെന്ന് കേൾക്കുമ്പോൾ അവിടെയും ജീവനുണ്ടാകാമായിരുന്നല്ലോ എന്ന് തോന്നാം. ശുക്രൻ ഭൂമിയോട് വളരെ അടുത്താണ്. അപ്പോൾ അവിടെയും സാധ്യതയില്ലേ? എന്തിന്? നമ്മുടെ സൗരയൂഥത്തിനു പുറത്തും സൂപ്പർ എർത്ത് എന്ന് വിളിക്കുന്ന ഒട്ടേറെ ഗ്രഹങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ഈ ഭൂമിക്ക് മാത്രം ഈ ഭാഗ്യം? ഇതിനു പിന്നിൽ ചില വലിയ ശാസ്ത്ര രഹസ്യങ്ങളുണ്ട്. ആദ്യത്തെ കാരണം ഭൂമിയുടെ സ്ഥാനമാണ്. നമ്മൾ സൂര്യനിൽ നിന്ന് കൃത്യമായ അകലത്തിലാണ്. ഇതിനെ ശാസ്ത്രജ്ഞർ ഗോൾഡിലോക്സ് സോൺ എന്ന് വിളിക്കുന്നു. അതായത് കൂടുതൽ ചൂടുമല്ല, കൂടുതൽ തണുപ്പുമല്ല, എല്ലാം കൃത്യമാണ്. ശുക്രൻ സൂര്യനോട് വളരെ അടുത്താണ്. അവിടുത്തെ താപനില 470 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ്. ഈ ചൂടിൽ വെള്ളം ആവിയായി പോകും. ഒരു ജീവിക്കും അവിടെ നിലനിൽക്കാനാവില്ല. ചൊവ്വ സൂര്യനിൽ നിന്ന് കുറച്ചുകൂടി അകലെയാണ്. അതുകൊണ്ട് അവിടെ വളരെ തണുപ്പാണ്. -60 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില താഴാം. ഈ തണുപ്പിൽ വെള്ളം ഉറഞ്ഞുകട്ടിയാകും. ഭൂമിക്ക് ഈ കൃത്യമായ അകലം ലഭിച്ചതുകൊണ്ടാണ് ദ്രാവക രൂപത്തിൽ വെള്ളം നിലനിൽക്കുന്നത്. ജീവന്റെ നിലനിൽപ്പിന് ഇത് ഏറ്റവും അത്യാവശ്യമാണ്. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, വെള്ളം. ഭൂമിയുടെ 71% വെള്ളത്താൽ ചുറ്റപ്പെട്ടതാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ ഇത്രയധികം ജലം ദ്രാവക രൂപത്തിൽ നിലനിൽക്കുന്നത് ഒരു അത്ഭുതമാണ്. എന്തുകൊണ്ടാണ് വെള്ളം ജീവന് ഇത്ര പ്രധാനമാകുന്നത്? വെള്ളം ഒരു മികച്ച ലായകമാണ്. ജീവികളിൽ നടക്കുന്ന എല്ലാ രാസപ്രവർത്തനങ്ങൾക്കും ആവശ്യമായ പോഷകങ്ങളെ ശരീരത്തിലെത്തിക്കാനും മാലിന്യങ്ങളെ പുറംതള്ളാനും ഇത് സഹായിക്കുന്നു. വെള്ളത്തിന് താപനിലയെ നിലനിർത്താനുള്ള കഴിവുണ്ട്. ഇത് ഭൂമിയിലെ താപനിലയിൽ വലിയ വ്യതിയാനങ്ങൾ വരാതെ സഹായിക്കുന്നു. മനുഷ്യ ശരീരത്തിന്റെ ഭൂരിഭാഗവും വെള്ളമാണെന്ന് ഓർക്കുക. വെള്ളമില്ലെങ്കിൽ ജീവനില്ല. ഇത് കേവലം ഒരു വാക്യമല്ല, ശാസ്ത്രം തെളിയിച്ച യാഥാർത്ഥ്യമാണ്. ഭൂമിയുടെ അന്തരീക്ഷം ജീവന്റെ നിലനിൽപ്പിനൊരു കവചം പോലെയാണ്. നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് തുടങ്ങിയ വാതകങ്ങളുടെ കൃത്യമായ അനുപാതം ഇവിടെയുണ്ട്. നമുക്കറിയാം, ശ്വസിക്കാൻ ഓക്സിജൻ അത്യാവശ്യമാണ്. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണം വഴി ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നു. കാർബൺ ഡയോക്സൈഡ് കുറഞ്ഞ അളവിലാണെങ്കിലും ഇത് ഭൂമിയിലെ താപനില നിലനിർത്താൻ സഹായിക്കുന്ന ഒരു പ്രധാന ഹരിതഗൃഹവാതകമാണ്. സസ്യങ്ങൾക്ക് ഇത് കൂടിയേ തീരൂ. ഓസോൺ പാളി. സൂര്യനിൽ നിന്നുള്ള ഹാനികരമായ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നത് ഓസോൺ പാളിയാണ്. ഈ സംരക്ഷണമില്ലായിരുന്നെങ്കിൽ ഭൂമിയിൽ ജീവൻ നിലനിൽക്കില്ലായിരുന്നു. ബഹിരാകാശത്തു നിന്ന് വരുന്ന ചെറിയ ഉൽക്കകൾ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുമ്പോൾ കത്തിയെരിഞ്ഞ് നശിച്ചുപോകുന്നു. നമുക്ക് അദൃശ്യമായ ഒരു പരിച ഭൂമിക്ക് ചുറ്റുമുണ്ട്. അതാണ് ഭൂമിയുടെ കാന്തികക്ഷേത്രം. ഭൂമിയുടെ ഉള്ളിലുള്ള ദ്രാവക രൂപത്തിലുള്ള കാതലിന്റെ ചലനം മൂലമാണ് ഈ കാന്തികക്ഷേത്രം ഉണ്ടാകുന്നത്. സൂര്യനിൽ നിന്നുള്ള ഉയർന്ന ഊർജ്ജമുള്ള കണികകളുടെ പ്രവാഹമാണ് സൗരക്കാറ്റ്. ഇത് ജീവികൾക്ക് വളരെ അപകടകരമാണ്. ഭൂമിയുടെ കാന്തികക്ഷേത്രം ഈ സൗരക്കാറ്റിനെ വഴിതിരിച്ചുവിടുന്നു. കാന്തികക്ഷേത്രം ഇല്ലായിരുന്നെങ്കിൽ സൗരക്കാറ്റ് ഭൂമിയുടെ അന്തരീക്ഷത്തെ സാവധാനം ഇല്ലാതാക്കുമായിരുന്നു. ഭൂമിയുടെ ഉപരിതലം വലിയ ഫലകങ്ങൾ അഥവാ ടെക്ടോണിക് പ്ലേറ്റുകളാൽ നിർമ്മിതമാണ്. ഇവ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ചലനങ്ങൾ ജീവന് പലതരത്തിൽ സഹായകമാണ്. പ്ലേറ്റുകളുടെ ചലനം പാറകളെയും ധാതുക്കളെയും ഭൂമിയുടെ ഉള്ളിലേക്ക് കൊണ്ടുപോവുകയും അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ പുതിയവയെ പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. ഇത് മണ്ണിൽ പോഷകങ്ങൾ നിലനിർത്താൻ സഹായിക്കുന്നു. അഗ്നിപർവ്വതങ്ങൾ അന്തരീക്ഷത്തിലേക്ക് കാർബൺ ഡയോക്സൈഡ് പുറത്തുവിട്ടുകൊണ്ട് കാർബൺ ചക്രത്തെ നിലനിർത്താൻ സഹായിക്കുന്നു. ഇത് ഭൂമിയിലെ താപനില നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. അപ്പോൾ ഈ 5 പ്രധാന കാരണങ്ങളാണ് ഭൂമിയെ ജീവന്റെ നിലനിൽപ്പിന് അനുയോജ്യമാക്കുന്നത്. ഇത് വെറും യാദൃച്ഛികതയാണോ അതോ പ്രപഞ്ചത്തിലെ ഒരു അത്ഭുത പ്രതിഭാസമാണോ? നമ്മൾ ജീവിക്കുന്ന ഈ ഗ്രഹം എത്രമാത്രം പ്രത്യേകതകളുള്ളതാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഭൂമിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെയെല്ലാം കടമയാണ്. കാരണം ജീവൻ നിലനിൽക്കാൻ അറിയുന്ന ഒരേയൊരു വീട് ഇതാണ്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക. ഇതുപോലുള്ള കൂടുതൽ വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക.